ഇതാരെ കൊണ്ടാ വന്നേ? അയേ എന്റെ പുതിയാപ്പന്റെ പണിക്കാരുണ്ട്, ഹിന്ദിക്കാര്. ഓന്റെ പെണ്ണാ. ഭാഷ അറിയോ? ഈ മോളെ പേരെന്താ? ഗീതാഞ്ജലി. ആ, നല്ല പേരല്ലേ. ഗീത് മോളെന്നാ ഞാൻ വിളിക്കല്. അതെ. എന്താ വിശേഷം എന്തുണ്ടോ? അത് നോക്കണം. ഓളെ പുതിയാപ്പിളേ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താത്ത ഗീതുവിന് നല്ല ക്ഷീണമുണ്ട്, ഛർദിയുണ്ട്. അപ്പൊ താത്തക്ക് ഡോക്ടറിനെ അറിയാലോ, താത്ത ഗീതുവിനെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോണം. അവൾക്ക് എന്താ എപ്പോ ചോദിച്ചിട്ട് താത്ത ബാ, ഞാൻ വരണ്ടല്ലോ, താത്തക്ക് ഡോക്ടറിനെ അറിയാലോ, താത്ത കൊണ്ടുപോയി വാന്ന് പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാലല്ലേ അവളെ പറ്റി? അറിയാം. നിങ്ങളും അവളും ഹിന്ദിയാ സംസാരിക്കല്? അറിയാം, ഹിന്ദി തന്നെ. അല്ല ഓക്ക് മലയാളം അറിയില്ലല്ലോ. എനിക്ക് ഹിന്ദി എല്ലാം അറിയാം. എനിക്ക് ഹിന്ദിയിലെല്ലാം മാർക്കേനി. എത്ര? 45, 50, 45. ഇത് നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി അറിയോ? പഠിച്ചവന് ഞാനപ്പോ ഹിന്ദിയിൽ ചോദിച്ചണല്ലേ. ഇതോ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? കുട്ടിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ ചോദിക്ക്, ഹിന്ദിയിൽ ചോദിക്ക്. മംഗലം മംഗലം കഴിഞ്ഞിട്ട് ഇത് എത്രയായി? ഹിന്ദി ഒന്നും അറിയില്ലല്ലേ അപ്പോ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹിന്ദിയിൽ 45 മാർക്ക് കിട്ടിയത് പേപ്പർ ലീക്ക് ആയിരുന്നോ? തൽക്കാലം എനിക്ക് സമയമില്ല, ഞാൻ ചോദിച്ച് മനസ്സിലായിക്കോട്ടെ. എന്താണെന്നറിയോ ആ കുട്ടി പറഞ്ഞത്? ആ കുട്ടി വന്നിട്ട് 4 മാസമായി, പക്ഷെ ആ ഗർഭിണിയല്ല. അവളെ ഹസ്ബൻഡ് ആ ഗുഡ്ക പാൻ മസാല അല്ലേ, അത് നിരന്തരം സ്ഥിരം ഉപയോഗിക്കുമെന്ന്. അപ്പൊ അതിന്റെ വാസന ഈ കുട്ടിക്ക് തീരെ പറ്റണില്ല. അപ്പൊ ഛർദിക്കാനൊക്കെ വരും. അതാ നിങ്ങൾ വിചാരിച്ച ഇത് പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? അപ്പൊ ഈ വാസന കൊണ്ട് ഛർദിക്കാൻ വരുന്നതാണ്. അതുകൊണ്ടാണ് കൂടെ വരാഞ്ഞത് കാണിക്കാൻ, നിങ്ങളെ പറഞ്ഞയച്ചത്. മനസ്സിലായോ? പിന്നെ നിങ്ങളെ ഭർത്താവിന് ഇതൊന്നും അറിയില്ല? മൂപ്പരാക്കയും കുടുങ്ങും, ഓനും കുടുങ്ങും. എന്താന്നറിയോ കാരണം? ഇവിടെ നടക്കണ എന്താ അറിയോ? ഇല്ല. ഓപ്പറേഷൻ തൂഫാൻ. എല്ലാത്തിനെയും തൂക്കിയെടുത്താൻ കൊണ്ടുപോകും. കേട്ടില്ലേ? പഠിച്ചോനെ കാത്തോളി, പള്ളലുണ്ടോന്ന് അറിയാൻ വേണ്ടി കൊണ്ടോന്നാ. അപ്പൊ അവസാനം തൂഫാനായോ?